വാങ്ങാൻ ഉദ്ദേശിച്ച ഭൂമിയുടെ രജിസ്ട്രേഷൻ നടക്കാനിരിക്കെ സെബാസ്റ്റ്യൻ നൽകിയ പണം തിരികെ വാങ്ങാനാണ് ഐഷ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയതെന്ന് സെബാസ്റ്റ്യൻ്റെ പെൺസുഹൃത്തായ റോസമ്മ ന്യൂസ് 18നോട് നേരത്തെ വെളിപ്പെടുത്തിയതാണ്. എന്നാൽ റോസമ്മ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. സ്റ്റേഷനിൽ റോസ്പിച്ച് ഇരിക്കുന്ന സമയത്ത് ഐഷയുടെ ഫോണിൽ നിന്ന് കോൾ വന്നില്ലേ? വന്നുകൊണ്ടിരുന്നു. അന്നേരം ഞാൻ അത് സംബന്ധിച്ച് പോലീസുകാരോട് സംസാരിച്ചില്ലേ? അന്നേരം പറഞ്ഞു ഇതേ ഐഷയുടെ കോളാന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചു. അവർ നോക്കുകയും ചെയ്തു. അവരെന്നാ ചെയ്തു? ചേർത്തല പോലീസ് സ്റ്റേഷനായിരുന്നു. അതെ അതെ. അവരത് അന്വേഷിച്ചില്ലായിരിക്കും, അല്ലെങ്കിൽ ഇതിന് മറുപടി കിട്ടുകയില്ലാഞ്ഞോ. ഐഷയ്ക്ക് എന്ത് സംഭവിച്ചതായിരിക്കും എന്നാണ് റോസ്പിച്ച് കരുതുന്നത്? ജീവനോടെ ഉണ്ടെന്ന് കരുതുന്നു. ഉണ്ടായിരുന്നല്ലേ എവിടെ ആയാലും വെച്ചെന്നെ വിളിച്ചെന്നെ വരുന്നു. എങ്ങനെയായാലും ഞാനുമായിട്ട് ബന്ധപ്പെട്ടേ. റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റ്യൻ വരുന്ന കാലയളവിൽ ഉണ്ടായിരുന്ന ജൂലി എന്ന സ്ത്രീ എവിടെയെന്ന അന്വേഷണവും പോലീസ് ആരംഭിച്ചു. മറ്റാരെങ്കിലും ജൂലി അപായപ്പെടുത്തിയോ എന്ന സംശയം അയൽവാസിയായ നൌഷാദ് ഉന്നയിച്ചിരുന്നു. റോസമ്മ പറയുന്ന ഒരു 100-90% കാര്യങ്ങളും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റോസമ്മ പറയാറുള്ളത്. റോസമ്മ ആദ്യമേ സെബാസ്റ്റ്യനെ അറിയില്ല എന്ന് പറഞ്ഞു, അത് വരാറില്ല എന്ന് പറഞ്ഞു. ഐഷയാണ് ഈ സെബാസ്റ്റ്യനെ റോസമ്മക്ക് പരിചയപ്പെടുത്തി കൊടുത്തെന്ന് പറഞ്ഞു. ഈ ഐഷാനെ കാണാതായതിനു ശേഷം റോസമ്മ ആദ്യം പറയുന്നത് പോലെ ആദ്യത്തെ 2-3 ദിവസമൊന്നും അന്വേഷണമൊന്നും ഇല്ലായിരുന്നു. ആങ്ങളയുടെ വീട്ടിലാണ് ഐഷ താമസിച്ചുകൊണ്ടിരുന്നത് കുറച്ചു കാലം. ആ ഇടക്കാലം കൊണ്ട് അവരുടെ ഫാമിലിയിൽ ചെറിയ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഇവർ റോസമ്മ വന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഇവർ അധികം ഗവനിക്കാതിരുന്നത്. നമ്മുടെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ആങ്ങളയുടെ വീട്ടുകാരാണ് ആദ്യം മകനെ വിവരം അറിയിക്കുന്നത്. അതിനുശേഷമാണ് റോസമ്മ അറിയിക്കുന്നതും മകനാണ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ഐഷാനെ കാണുന്നില്ല എന്നും പറഞ്ഞു പോകുന്നത്. ചേർത്തല CIയുടെ നേതൃത്വത്തിൽ 9 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് ഐഷ തിരോധാനം അന്വേഷിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഏറ്റുമാനൂരിലെ ജൈനമ്മയെയും ചേർത്തലയിലെ ബിന്ദു പത്മനാഭനെയും കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യൻ ആണെന്ന് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഐഷ തിരോധാന കേസിൻ്റെ ചുരുളും അഴിയുകയാണോ? സെബാസ്റ്റ്യന് ഒപ്പം മറ്റാർക്കെങ്കിലും ഈ കൊലപാതക കേസിൽ, ഐഷയെ കൊലപ്പെടുത്തിയ കേസിൽ പങ്കുണ്ടെന്നാണോ നിഗമനം? തീർച്ചയായിട്ടും ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ റോസമ്മയ്ക്ക് ഉൾപ്പെടെ അറിയാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഒരു പുതിയ 9 അംഗ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ റോസമ്മ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ 2013 തുടക്കകാലത്ത് നേരത്തെ അവർ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഐഷയുടെ ഫോണിൽ നിന്നും തന്റെ ഫോണിലേക്ക് കോൾ വന്നിരുന്നു എന്നും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് അത്തരത്തിലൊരു ഫോൺ കോൾ തന്റെ ഫോണിലേക്ക് ഐഷയുടേതായി വന്നത് എന്നൊക്കെ പറയുമ്പോൾ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പോ ഇവർ പറയുന്നതിൽ ഏതാണ് സത്യം എന്നുള്ളതാണ്. എന്തായാലും ഇവർ 3 പേരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, വാർത്താ സംഘം ഈ റോസമ്മയെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത് റോസമ്മ, ഐഷ, ഒപ്പം തന്നെ സെബാസ്റ്റ്യൻ, ഇവർ 3 പേരുമായി അടുത്ത ബന്ധം ഇവർ പുലർത്തിയിരുന്നു എന്നുള്ളത് തൊട്ടടുത്തുള്ള റിട്ടയർഡ് അധ്യാപികയായ എലിസബത്ത് ജേക്കബ് അടക്കം നമ്മളോട് സ്ഥിരീകരിച്ചിരുന്നു. ഉണ്ടായിരുന്ന കാലത്ത് JCB ഉപയോഗിച്ച് പുരയിടം കിളക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴിയെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ റോസമ്മ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഐഷയും സെബാസ്റ്റ്യനും ഒന്നിച്ചാണ് ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ അത്ര വലിയ ബന്ധം ഇവരൊക്കെ തമ്മിൽ ഉണ്ടായിരുന്നു. റോസമ്മ നാട്ടിലേക്ക് പോയ സമയത്ത് ഐഷയും സെബാസ്റ്റ്യനും ഒന്നിച്ചാ വീട്ടിൽ താമസിച്ചു എന്നടക്കമുള്ള നിർണായക വിവരങ്ങൾ റോസമ്മ പങ്കുവച്ചു. പക്ഷെ എന്തുകൊണ്ട് അന്വേഷണ സംഘത്തോട് ഇത്രയും കാലം അത് പങ്കുവച്ചില്ല എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. ഇപ്പോൾ ന്യൂസ് 18 മുന്നിൽ അവർ പറഞ്ഞ പല കാര്യങ്ങളും അവർ അന്വേഷണ സംഘത്തോട് പങ്കുവെക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ റോസമ്മയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും റോസമ്മ ഒളിക്കുന്നു എന്നുള്ള ഒരു നിഗമനത്തിലാണ്, സൂചനയിൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. അവർ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇവരുടെ നേരത്തെ നൌഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ ജൂലി എന്നൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. ഈ സെബാസ്റ്റ്യൻ റോസമ്മയുടെ വീട്ടിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റോസമ്മയും അപ്രോച്ച് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ റോസമ്മയുമായി അടുത്ത ബന്ധമുണ്ടാവുകയും റോസമ്മയുടെ വിവാഹം വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് അവർ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ വിവാഹം കഴിക്കുന്നതിന് മുമ്പാണ് താൻ ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ടതെന്നൊക്കെയാണ് റോസമ്മ പറയുന്നത്. പക്ഷേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂലി എന്ന സ്ത്രീയെ സംബന്ധിച്ച്
ഇപ്പോൾ ആർക്കും ഒരറിവുമില്ല. ജൂലി വടക്കൻ കേരളത്തിൽ എവിടെയോ ഉണ്ട് എന്നുള്ള ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് ഉണ്ടാകുന്നത്. മറിച്ച് ജൂലി എവിടെയെന്നോ അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നയാളെന്നുള്ള രീതിയിൽ അവിടെ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് അറിവുള്ള ആൾ കൂടിയാണ് ജൂലി. ആ ഒരു വ്യക്തി എവിടെ എന്നുള്ളതും അവരിൽ നിന്ന് ധാരാളം വിവരങ്ങൾ തേടാൻ ഒരുപക്ഷെ പോലീസിന് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ജൂലിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. പക്ഷേ ജൂലി എവിടെയെന്ന് കണ്ടെത്താൻ ഇതൊരു അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സ്വന്തം സഹോദരന്റെ മകളും കുട്ടിയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അത് ജൂലിയുടെ മകനായിരുന്നു. ജൂലിയും മകനുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും എവിടെ, ഇവരിൽ നിന്ന് എന്തൊക്കെ വിശദാംശങ്ങൾ തേടാനാകുമെന്നൊക്കെ അന്വേഷണ സംഘം. തീർച്ചയായും. കാരണം എന്തായാലും ശരണ്യായി റോസമ്മയെ ചോദ്യം ചെയ്താൽ ഈ 2 കേസുകൾക്കും കൂടുതൽ വ്യക്തത വരില്ലേ? ഒന്ന്, റോസമ്മയുടെ അടുത്ത സുഹൃത്താണ് കാണാതായ ഐഷ. റോസമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയാണ് ജൂലി. ഇവർക്ക് 2 പേർക്കും എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ സ്വാഭാവികമായും റോസമ്മയ്ക്ക് അറിവുണ്ടായിരിക്കില്ലേ? തീർച്ചയായിട്ടും ടോം, അതിനകത്ത് റോസമ്മയ്ക്ക് അറിവ് ഉണ്ടാവണം. കാരണം റോസമ്മ നമ്മളോട് ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു സെബാസ്റ്റ്യൻ. അങ്ങനെ പറഞ്ഞ് ആരെ വേണമെങ്കിലും വശത്താക്കും. അങ്ങനെ വശത്താക്കി കൊണ്ടുപോയതാണ് ഐഷ എന്ന് പറയുന്നു. തന്റെ പണം, ഐഷയുടെ പണം സെബാസ്റ്റിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന് നമ്മളോട് ഒരു ഘട്ടത്തിൽ റോസമ്മ ഉറപ്പിച്ച് പറയുന്നു. അത് കഴിയുമ്പോൾ അത് ഉണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ മാറ്റി പറയുന്നു. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ പലതും പല രീതിയിലാണ് പറയുന്നത്. അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ റോസമ്മ പൂർണ്ണമായി അവര് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇവര് പല കാര്യങ്ങളും അവര് ഒളിക്കുന്നുണ്ട്, പറയുന്നില്ല. പല കാര്യങ്ങളിലും അവർ പറഞ്ഞ കാര്യങ്ങൾ പലതും കൂടിച്ചേരുന്നില്ല. അങ്ങനെ പല അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നിൽക്കുന്നു. എന്തായാലും ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ ഐഷയെ കാണാതാവുന്ന 2012 മെയ് 13 ഐഷയെ കാണാതാവുന്നത്. കാണാതാവുന്ന ദിവസം ഈ പള്ളിപ്പുറത്ത് സെബാസ്റ്റിന്റെ വീട്ടിൽ ഐഷ പോയിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അത് റോസമ്മയുടെ കൂടെ അറിവോടെയാണ് എന്നുള്ള കണ്ടെത്തലുകളും ഒക്കെ ഉണ്ടെന്നാണ് പോലീസിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ ഐഷയെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചോ ഒക്കെ ഏറെക്കുറെ ധാരണ ഉള്ള ആളാണ് റോസമ്മ എന്നുള്ളൊരു നിഗമനമുണ്ട്. കാരണം നമ്മളോട് തന്നെ റോസമ്മ പറഞ്ഞത് ഐഷ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യനുമായി ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പിന്നീട് ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് 2017 തങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നവരാണ്. ആ വിവാഹം വരെ എത്തി. അപ്പൊ ഐഷ തിരോധാനം കഴിഞ്ഞ് വർഷങ്ങളോളം ഇവർ തമ്മിൽ ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളത് അവരുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പല വിരുദ്ധതയുമുണ്ട്. അത്തരം കാര്യങ്ങൾ പോലീസിന്റെ മുമ്പിലും അവർ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 302 അടക്കമുള്ള വകുപ്പുകൾ സെബാസ്റ്റ്യൻ ചുമത്തും. കാരണം സെബാസ്റ്റ്യൻ ഐഷ മിസ്സിംഗിൽ സെബാസ്റ്റ്യന് കൃത്യമായ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട്. അതിൽ തന്നെ ഈ അതോടൊപ്പം ശരണ്യ, നിലവിൽ സെബാസ്റ്റ്യൻ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്, ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ ബിന്ദു പത്മനാഭൻ കേസിൽ കൂടുതൽ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് കുറ്റം സമ്മതം നടത്തിയതാണ്. നിലവിൽ ഈ വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക്, സംസ്ഥാനത്തിന് പുറത്തേക്ക് ഈ കാലയളവിൽ തന്നെ, ഈ കസ്റ്റഡി കാലയളവിൽ തന്നെ സെബാസ്റ്റ്യനുമായി ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തും. അതോടൊപ്പം മറ്റെന്തൊക്കെ നടപടികളായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന്, ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക? സെബാസ്റ്റ്യൻ പറഞ്ഞതനുസരിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ പരിശോധന നടത്തിയും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ വേളാങ്കണ്ണി അടക്കമുള്ള ഇടങ്ങളിലേക്ക് പോകുന്നതിന് കുറച്ചുകൂടി കൺഫർമേഷനിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം സെബാസ്റ്റ്യൻ അതിബുദ്ധിമാനായ ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെ അയാൾ പലപ്പോഴും പോലീസിനെ മിസ്ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടി അവർ കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൺഫർമേഷനിലേക്ക് എത്തിയതിനു ശേഷം ഇയാൾ പറഞ്ഞതിൽ നിന്നും ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ നിന്ന് എവിഡൻസ് എത്തിയതിനു ശേഷം മാത്രം അയാൾ പറയുന്ന മറ്റിടങ്ങളിലേക്ക് പോകാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ കസ്റ്റഡി കാലയളവ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് സെബാസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതിയിലാണ് സെബാസ്റ്റ്യൻ. കാരണം ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് പിന്നീട് അയാൾ മിണ്ടാതാവുകയാണ്. പിന്നീട് അയാൾ ഓർത്തതിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ടാണ് പിന്നീടുള്ള മറുപടികൾ വരുന്നത്. പിന്നീട് മിണ്ടാതിരിക്കുന്നു, അല്ല ചോദിക്കുന്ന ഘട്ടത്തിൽ തലകുലിച്ചിരിക്കുക മാത്രം ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇയാൾ റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ പോലും ഒക്കെ അങ്ങനെയാണ് ഇയാൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോ ഈ സെബാസ്റ്റ്യൻ പറയുന്നത് പൂർണ്ണമായി ഒരിക്കലും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കില്ല. കുറ്റസമ്മത മൊഴി കിട്ടിയാൽ പോലും എവിഡൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കണ്ടെത്തണം. കാരണം ഇത് ഈ സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊലപ്പെടുത്തിയ ആയുധങ്ങൾ എവിടെ, അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ആ ക്ലാരിറ്റി വന്നാൽ മാത്രമേ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ സെബാസ്റ്റ്യൻ പലയിടങ്ങളിലായി അന്വേഷണ സംഘത്തെ കസ്റ്റഡി കാലയളവ് മുഴുവൻ സഞ്ചരിപ്പിച്ച് വഴിതിരിച്ചു വിടാനൊക്കെ സാധ്യതയുള്ള അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കേണ്ട ആൾ തന്നെയാണ് സെബാസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വളരെ ശ്രദ്ധയോടെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കയ്യിൽ കിട്ടിയ 6 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതിന്റെ ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇവർ അന്വേഷണ സംഘം പ്ലാൻ ചെയ്യുന്നത് ഈ കസ്റ്റഡി കാലാവധി, അതായത് ബിന്ദു പത്മനാഭന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന സമയത്ത് തന്നെ ആയിഷ തിരോധാന കേസിൽ കൂടി ചാർജ് നൽകിക്കൊണ്ട് 302 എന്നുള്ള വകുപ്പ് നൽകിക്കൊണ്ട് അയാളെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയും ഒക്കെ നമുക്ക് അത്തരം കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, അതോടൊപ്പം ഈ സിന്ധു എന്ന ബിന്ദുവിൻ്റെ തിരോധാന കേസിൽ കൂടി എന്താണ് സംഭവിച്ചതെന്ന് കൂടി അറിയണം. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ സിന്ധുവിനെ കാണാതാകുന്നത്, സിന്ധു ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. വളരെ കഷ്ടപ്പെട്ട് എറണാകുളത്ത് പോയി ജോലി ചെയ്ത്, അതായത് അരൂരിൽ പോയി ചെമ്മീൻ കമ്പനിയിൽ ജോലി ചെയ്താണ് 2 മക്കളെ അടക്കം ഭർത്താവ് ഉപേക്ഷിച്ച ശേഷം അവർ വളർത്തിയത്. അപ്പൊ ഈ മൂത്ത പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയത്തിന്റെ പിറ്റേ ദിവസമാണ് അമ്മയെ കാണാതാകുന്നത്. അപ്പൊ അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യവും അവർക്കില്ല. അതായത് ഈ കുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്ന സ്വർണം ഉൾപ്പെടെ അവർ വാങ്ങി വെച്ചിരുന്ന ഒരു സ്ത്രീയാണ്. കല്യാണത്തിനാണ് ഇയാളുടെ സ്വർണം ഉൾപ്പെടെ. അപ്പൊ അത്രയും കാൽക്കുലേറ്റഡ് ആയിട്ട് പോകുന്ന ഒരാളെ അന്നത്തെ ദിവസം ആ അമ്പലത്തിലേക്ക് പോകുന്ന തിരുവേ ക്ഷേത്രം വരെയാണ് അവരുടെ CCTV വിഷ്വൽസ് ഒക്കെ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അപ്പൊ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ പറ്റും. പിന്നെ അവരെവിടെയാണെന്ന് ഒരു അറിവുമില്ല. പക്ഷെ ഈ കേസിനകത്തൊന്നും മറ്റു രീതിയിലുള്ള അന്വേഷണം ഉണ്ട്. ഈ സ്ത്രീകൾ എവിടെ പോയി, അതായത് സെബാസ്റ്റ്യൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് റീഓപ്പൺ ചെയ്ത് അന്വേഷണം നടക്കുന്നെങ്കിലും ഇവരെവിടെയാണെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ടോം. അത് എത്രമാത്രം ഇവര് അതിനൊരു പ്രാധാന്യം, നമ്മളിപ്പോ കൂത്താട്ടുകുളത്ത് പോകുമ്പോൾ കൂത്താട്ടുകുളത്ത് സെബാസ്റ്റ്യനെ ഐഡന്റിഫൈ ചെയ്യുന്ന പല ആളുകളും നമ്മളോട് പറഞ്ഞു ഇയാളെ കണ്ടിട്ടുണ്ട്, ഇയാൾ ഇവിടെ വരാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പോലും പോലീസ് ആ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തുന്നില്ല. ഒരു പക്ഷെ നമ്മൾ മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ അത് വെരിഫൈ ചെയ്യണമായിരിക്കും. പക്ഷേ ഈ നമ്മളെങ്ങനെ തന്നെയാണ് ആയിഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് റോസമ്മയുമായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അല്ല, ആയിഷയുമായിട്ട് സെബാസ്റ്റ്യൻ ഒരു ബന്ധവും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ റോസമ്മയെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നതോടെയാണ് ആയിഷ തിരോധാന കേസ് സെബാസ്റ്റ്യന്റെ ഒരു ഇൻവോൾവ്മെന്റിലേക്ക് പോലീസ് വരുന്നത്. റോസമ്മ മാത്രമല്ല, റോസമ്മയുടെ പരിസര പ്രദേശങ്ങളിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ നമ്മൾ അവരെ ഉൾപ്പെടെ കൊണ്ടുവന്നു. പുറത്തേക്ക് അവരെ കൊണ്ട് അവര് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇവിടെ സ്ഥിരമായി വരാറുള്ള ആളാണ്, ഇവരെല്ലാവരും തമ്മിൽ വലിയ സൗഹൃദമുണ്ട്. ആയിഷ എങ്ങോട്ട് പോയെന്ന് റോസമ്മയ്ക്ക് അറിയാം. റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റ്യൻ നിരന്തരം വന്നിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നത് നമ്മൾ ആ പുറത്തു കൊണ്ടുവന്ന ആ ഒരു അന്വേഷണ വഴികളാണ്. പക്ഷെ അങ്ങനത്തെ ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും വലിയ തോതിൽ മറ്റു കേസുകളിൽ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ഇവർ ഇപ്പോഴും പോലീസൊക്കെ അസസ് ചെയ്യുന്നത് ഇത്രയും ബുദ്ധിമാനായ സെബാസ്റ്റ്യൻ നേരിട്ട് ഈ സ്ത്രീകളെയൊക്കെ ഫോൺ വിളിക്കും അല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോകും എന്നൊക്കെ ഉള്ള ഒരു അസസ്മെന്റിലാണ് പോകുന്നത്. അങ്ങനെ അയാൾ ചെയ്യുമോ എന്നുള്ളതാണ്. കാരണം സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭൻ കൊലപാതകത്തിന് ശേഷം അയാൾ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അഭിഭാഷകരുടെ കൃത്യമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ക്രിമിനൽ സംഘങ്ങളുടെ സപ്പോർട്ട് അയാൾക്ക് ഉണ്ടായിരുന്നു. കാരണം കണ്ണൂരിൽ നിന്നുള്ള സംഘമൊക്കെയാണ് ഇവിടെ വന്ന് സെബാസ്റ്റ്യൻ 2017 അറസ്റ്റിലായ സമയത്ത് അയാൾക്ക് വേണ്ടി അയാൾ പലയിടത്തായി കൊടുത്തിരുന്ന പണം ഉൾപ്പെടെ കളക്ട് ചെയ്തത് കണ്ണൂർ എന്നുള്ള ടീമാണ്. അപ്പോ അത്തരത്തിൽ ആ രീതിയിൽ ഉള്ള ഒരു സംഘമൊക്കെ ഉള്ള ഒരാള് ഡയറക്റ്റ് ഈ സ്ത്രീകളെ, മിസ്സിംഗ് ആയ സ്ത്രീകളെ ഒക്കെ ഫോണിൽ വിളിക്കുമെന്നൊക്കെയാണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്നാണ്. എന്തായാലും നിലവിൽ ഈ കൂത്താട്ടുകുളം കേസും സിന്ധു എന്ന ബിന്ദുവിന്റെ കേസും റീഓപ്പൺ ചെയ്ത് രണ്ടാമത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് സെബാസ്റ്റ്യനിലേക്ക് അവർ വരുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസ് പറയേണ്ട ഒരു മറുപടി ഉണ്ട്. ഈ സ്ത്രീകൾ എവിടെ പോയി എന്നുള്ളൊരു ഉത്തരം പറയേണ്ടതുണ്ട്. അത് അന്വേഷണ സംഘത്തിന് പറയാൻ കഴിയുന്നുമില്ല. യെസ്, വ്യക്തമാണ്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഈ സ്ത്രീകൾക്കെല്ലാം എന്താണ് സംഭവിച്ചത്? കാരണം 40-നും 55-നും ഇടയിൽ പ്രായമുള്ള 6 സ്ത്രീകളുടെ തിരോധാനം, അതിൽ 5 കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പരിധിവരെയും പോലീസ് ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പമാണ് ജൂലിക്ക്, അതായത് റോസമ്മയുടെ ബന്ധുവായിട്ടുള്ള റോസമ്മയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്ന ജൂലിക്ക് എന്താണ് സംഭവിച്ചത്? ജൂലിയെക്കുറിച്ച് കുറേ നാളുകളായി ഒരു വിവരവുമില്ല. ജൂലിയെയും
അപായപ്പെടുത്തിയതാണോ? അങ്ങനെയെങ്കിൽ അതിലും സെബാസ്റ്റ്യന് പങ്കുണ്ടോ? മാത്രമല്ല ഈ കേസുകളിൽ എല്ലാ കേസുകൾക്ക് പിന്നിലും സമാനമായൊരു സ്വഭാവമുണ്ട്. ഒരേ കാലയളവിൽ അതായത് 20 വർഷ കാലയളവിനിടെ നടത്തിയ കൊലപാതകങ്ങൾ, അതും സ്ത്രീകളെ. അതിന് എന്തിനു വേണ്ടിയാണ് സെബാസ്റ്റ്യൻ ഇവരെ വകവരുത്തിയതെന്ന് കൂടി അറിയണം.